നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്. ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ്, വെഡിംഗ് പാർട്ടി വെയേഴ്സ്, ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ശാരിശ്ശേരി. നമസ്കാരം. വയനാട്ടിലെ ദുരിതബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് നാഗലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹക്കട. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന 30 വീടുകൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണത്തിനായാണ് സ്നേഹക്കട സംഘടിപ്പിച്ചത്. കൂറ്റനാട് നടന്ന സ്നേഹക്കടയ്ക്ക് യൂത്ത് കോൺഗ്രസ് നാഗലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ജിംഷാദ് നേതൃത്വം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുരളി മാസ്റ്റർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 30 വീട് വെച്ച് നൽകാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് നാഗലശ്ശേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്നേഹക്കട എന്ന പേരിൽ കൂറ്റനാട് സെന്ററിൽ ചായക്കട ഒരുക്കിയത്. തൃത്താല നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ കോൺഗ്രസ് പ്രവർത്തകർ ചായക്കട സംഘടിപ്പിച്ചിരുന്നു. ചായക്കടയിൽ എത്തുന്നവർ ചായയും കടിയും കഴിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സംഭാവന പെട്ടിയിൽ നിക്ഷേപിക്കും. ഇങ്ങനെ പിരിഞ്ഞു കിട്ടുന്ന സംഖ്യ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വയനാട് പുനർനിർമ്മാണ ഫണ്ടിലേക്ക് നൽകും. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയം മറന്ന് പലരും ചായക്കടയിലെത്തി. ചായയും കടിയും കഴിച്ച് ഒരു തുകയും അവർ പെട്ടിയിൽ നിക്ഷേപിച്ചു. 100 കണക്കിന് ആളുകളാണ് ഇതുപോലെ ഈ ചായക്കട സന്ദർശിക്കാൻ എത്തിയത്. യൂത്ത് കോൺഗ്രസ് നാഗലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ജിംഷാദിന്റെ നേതൃത്വത്തിലായിരുന്നു ചായക്കട സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഒരു വലിയ ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് നാഗലശ്ശേരി മണ്ഡലം കമ്മിറ്റി 30 വീടുകൾക്കുള്ള ഫണ്ട് ശേഖരണാർത്ഥം ഒരു ചായക്കടയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളും ജാതിമതഭേദമന്യ ഈ ചായക്കടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ഉദ്യമം വലിയ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വയനാട്ടിലെ ദുരിതബാധിതരെ കൈത്താങ്ങിന് വേണ്ടി നമുക്കറിയാം 450 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട്, ഒരുപാട് പേരുടെ 300 വീടുകൾ നഷ്ടപ്പെട്ട ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ ഈ ഓണക്കാലത്ത് പോലും അവർക്ക് ആഘോഷങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ നമ്മളാൽ കഴിയുന്ന സഹായം നൽകുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനമൊട്ടാകെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നാഗലശ്ശേരി മണ്ഡലം കമ്മിറ്റിയും ഇത്തരത്തിലുള്ള ഒരു സ്നേഹക്കട ഇവിടെ തുടങ്ങിയത്. ഈ നാട്ടിലെ, ഈ കൂറ്റനാട്ടെ, അതേപോലെ തന്നെ ഈ പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന എല്ലാ പ്രദേശത്തെയും രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 8 മണി വരെ ഞങ്ങൾ ഈ സ്നേഹക്കട തുറന്നുകൊണ്ട് ഈ വയനാടിനെ കൈത്താങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കും. ഇത് കഴിഞ്ഞും ഞങ്ങളാൽ കഴിയുന്ന സഹായം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജിംഷാദിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ നൽകുമെന്ന് ഈ നാടിനെ സാക്ഷിയാക്കി ഞങ്ങൾ അറിയിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, DCC ഭാരവാഹികളായ P മാധവദാസ്, ബാബു നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാളിയേക്കൽ ബാവ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുരളി മാസ്റ്റർ, വാർഡ് മെമ്പർ അസീബ് റഹ്മാൻ, അസീസ മക്കാവ്, ഷാഹുൽ ഹമീദ്, നൌഫൽ കോതച്ചിറ, മിഥിലാജ്, നബീൽ തുടങ്ങിയവരും സ്നേഹക്കടയുടെ നടത്തിപ്പിൽ സജീവമായി. വയനാട് ദുരന്തത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തതിൻ്റെ ഫലമായി യൂത്ത് കോൺഗ്രസ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ഏകദേശം 30 വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. നമ്മളൊക്കെ ഓണത്തിന് വേണ്ടിയിട്ട് വളരെയധികം സന്തോഷത്തോടുകൂടി അതിൻ്റെ ആർത്തുല്ലസിക്കുമ്പോൾ വയനാട്ട് ദുരിതബാധിതർ ഇന്ന് കഷ്ടപ്പാടിലാണ്. അവർക്ക് വേണ്ടി നമ്മളൊരു കൈത്താങ്ങ എന്ന നിലയ്ക്ക് നമ്മുടെ സംസ്ഥാന ഒട്ടാകെ ഇന്ന് ഈ തരത്തിലുള്ള ഒരു ധനസമ്പാദന മാർഗം അവലംബിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂറ്റനാട് ഇന്ന് 3 മണി മുതൽ 8 മണി വരെ ഒരു സ്നേഹക്കട ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ജാതി മതവർഗഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് ചായയും കടിയും കഴിച്ചുകൊണ്ട് സഹകരിക്കുന്നുണ്ട്. ഇത്തരം സഹകരണമാണ് നമുക്ക് നമ്മുടെ നാടിന് ആവശ്യം.